നമസ്കാരം. പ്രതീക്ഷിക്കാത്ത നേരത്ത് രാമേശ്വരം പോകാൻ ഒരു അവസരം കിട്ടി. രാമേശ്വരം പോകുന്ന വഴിയിൽ ദേവിപട്ടണം ക്ഷേത്രം കൂടി സന്ദർശിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ മുതൽ രാത്രി വരെ ഇടവേളയില്ലാതെ തുറന്നിരിക്കുന്ന കടലിലുള്ള ക്ഷേത്രമാണിത്. ദേവി മഹിഷാസുരനെ വധിച്ച സ്ഥലമാണ് ദേവിപട്ടണമെന്നും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്റെ നവഗ്രഹദോഷം മാറാൻ 9 പിടി മണലെടുത്ത് പ്രതിഷ്ഠിച്ചതാണ് നവപാഷാണ നവഗ്രഹങ്ങളെന്നുമാണ് ഐതിഹ്യം. കടലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ നവപാഷാണ നവഗ്രഹ ശിലകളിൽ 4 എണ്ണം കടലിനുള്ളിൽ മുങ്ങിയിരിക്കുകയാണിപ്പോൾ. മുമ്പ് വന്നിരുന്നപ്പോൾ 7 ശിലകൾ കാണാൻ സാധിച്ചിരുന്നു. നവഗ്രഹദോഷങ്ങൾ മാറാൻ പൂജകൾ നടത്തുന്നതും പിതൃക്കൾക്ക് തിഥി കൊടുക്കുന്ന സമ്പ്രദായവും ഇവിടെയുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് കടലലെ കാത്ത ആദി ജഗന്നാഥ പെരുമാൾ ക്ഷേത്രം. നട്ടുച്ചയായതിനാൽ ക്ഷേത്രം അടച്ചിരുന്നു. ശ്രീരാമൻ മണലിൽ നവഗ്രഹങ്ങളെ സൃഷ്ടിച്ചപ്പോൾ രാവണന്റെ സ്വാധീനത്തിലായിരുന്ന സമുദ്രദേവൻ തന്റെ അലകളാൽ മണൽ പ്രതിഷ്ഠകളെ നശിപ്പിച്ചു കളഞ്ഞു. ഭഗവാൻ ശ്രീരാമൻ ആദി ജഗന്നാഥ പെരുമാൾ എന്ന നാമത്തിൽ കുടികൊള്ളുന്ന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ആദി ജഗന്നാഥ പെരുമാൾ കൈ ഉയർത്തി കടലലകളെ തടഞ്ഞതും സമുദ്രം ശാന്തമായെന്നും ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠിച്ച മണൽ ലിംഗങ്ങൾ നവപാഷാണ നവഗ്രഹ ശിലകളായി മാറിയെന്നുമാണ് ഐതിഹ്യം. ശംഖിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രാമേശ്വരം എന്ന ദ്വീപിനെ മണ്ഡപം എന്ന സ്ഥലത്തു നിന്നും ബന്ധിപ്പിക്കുന്ന കടൽപ്പാലമാണ് പാമ്പൻ പാലം. പല പ്രാവശ്യം ഈ വഴി കടന്നുപോയിട്ടുണ്ടെങ്കിലും രാത്രി സമയമായതിനാൽ ഇവിടെ നിന്ന് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സാവകാശം ലഭിച്ചിരുന്നില്ല. ഇപ്രാവശ്യം അതിന് സാധിച്ചു. സ്വല്പനേരം കടൽക്കാറ്റേറ്റ് നിന്ന് ഒരു ട്രെയിൻ വരുന്നതുകൂടി കണ്ടു കഴിഞ്ഞാണ് ധനുഷ്കോടിയിലേക്ക് പോയത്. ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിയിൽ ജടാമകുട തീർത്ഥം, ഇപ്പോൾ ജടാതീർത്ഥം എന്നായി ചുരുക്കിയിരിക്കുന്നു. ലങ്കാധിപതി രാവണനെ വധിച്ച ശ്രീരാമൻ തന്റെ ജടാമുടിയിലെ രക്തക്കറ കഴുകിക്കളഞ്ഞ തീർത്ഥമാണിതെന്നാണ് ഐതിഹ്യം. അരിച്ചിൽമുന എന്ന ഈ പ്രദേശത്ത് അന്ന് കടൽക്ഷോഭം ഉള്ളതിനാൽ കടലിൽ ഇറങ്ങാനുള്ള സാഹചര്യമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കടൽ വളരെ ദൂരം പിൻവാങ്ങി ബീച്ചായി മാറിയിരിക്കുന്നു. മാത്രമല്ല കടലിൽ അലകളും കുറവ്. അടുത്തത് കോദണ്ഡരാമർ ക്ഷേത്രം. ശ്രീരാമൻ രാവണവധത്തിനു ശേഷം വിഭീഷണനെ ലങ്കാധിപതിയായി വാഴിച്ച ക്ഷേത്രമാണിത്. കടലിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് പോകുവാൻ പാലമുണ്ട്. ഇപ്പോൾ ക്ഷേത്ര മുൻവശത്തുള്ള കടൽക്കരയിൽ ഒരു ചെറിയ ടെന്റ് നിർമ്മിച്ച് ശിവലിംഗവും നന്ദിയും താൽക്കാലികമായി പ്രതിഷ്ഠിച്ച് സേതുബന്ധനത്തിന് ഉപയോഗിച്ചതായി പറയപ്പെടുന്ന 2 കല്ലുകൾ വെള്ളത്തിലിട്ട് വെച്ച് ചെറിയ ഫീസ് കൊടുത്ത് ഭക്തർക്ക് തൊടാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ജയ് ശ്രീരാം എന്ന ഘോഷത്തോടെ ഭക്തർ ഈ കല്ലുകൾ ഉയർത്തുന്നു. മുമ്പ് ഇങ്ങനെ ഒരു ഏർപ്പാട് അവിടെ ഉണ്ടായിരുന്നില്ല. ശ്രീരാമൻ സീതാദേവിയോടൊപ്പം ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചതും 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നും 51 അമ്മൻ ശക്തിപീഠങ്ങളിൽ ഉൾപ്പെടുന്നതുമായ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിലെത്തിയപ്പോൾ അർദ്ധയാമ പൂജയ്ക്കുള്ള സമയമായിരുന്നു. പൂജ ദർശിച്ചു കഴിഞ്ഞപ്പോൾ അമ്മൻ സന്നിധിയിൽ പള്ളിയറ പൂജയ്ക്ക് സമയമായി. പല്ലക്കിൽ എഴുന്നള്ളിച്ച സ്വാമിയെ ദേവിയോടൊപ്പം തങ്കത്തൊട്ടിലിൽ കിടത്തി മന്ത്രങ്ങളാൽ താരാട്ടുപാടി വീശറി കൊണ്ട് വീശിക്കൊടുത്ത് ഉറക്കി പള്ളിയറ അടയ്ക്കുന്ന ഈ പൂജ വളരെ വിശേഷപ്പെട്ട അനുഭവമായി മാറി മനസ്സിന്. അവിടെ നിന്നും ലഭിച്ച ഭഗവാന്റെ പ്രസാദവും കഴിച്ച് അഗ്നിതീർത്ഥക്കരയിൽ കുറച്ചുനേരം വിശ്രമിച്ചു. സീതാദേവിയെ വീണ്ടെടുത്ത് ലങ്കയിൽ നിന്നും തിരിച്ചു വരുന്ന വഴി രാമേശ്വരത്തിറങ്ങിയ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ സീതാദേവിക്ക് രാമേശ്വരം കടൽക്കരയിൽ അഗ്നിപ്രവേശനത്തിന് സൗകര്യമൊരുക്കിയപ്പോൾ സീതാദേവി അഗ്നിയിലിറങ്ങി ശുദ്ധിയായി. സീതാദേവിയുടെ പാതിവൃത്യം അഗ്നിദേവനെ പോലും പൊള്ളിച്ചു. സീതാമാതാവിനെ തൊട്ട പാപം തീർക്കാൻ അഗ്നിദേവൻ നീരാടിയ തീർത്ഥമാണ് രാമേശ്വരം കടലിലെ അഗ്നിതീർത്ഥം. ഈ തീർത്ഥത്തിൽ നീരാടുന്നത് സർവ്വപാപഹരം. പിറ്റേന്ന് രാവിലെ 4:30 മണിക്ക് തന്നെ അഗ്നിതീർത്ഥക്കരയിൽ തിഥി കൊടുക്കുന്നവരുടെ തിരക്കാരംഭിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ ക്ഷേത്രത്തിലെ തീർത്ഥങ്ങളിൽ നീരാടാനുള്ള സൗകര്യം ലഭിച്ചില്ല എന്ന സങ്കടം ഇപ്പോൾ തീർന്നു. തീർത്ഥത്തിൽ നീരാടാനുള്ള ടിക്കറ്റ് എടുത്ത് പോയാൽ തന്നെ ജനത്തിരക്കിൽ തീർത്ഥങ്ങൾ തലയിൽ തെളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതല്ലാതെ ചുരുങ്ങിയ ചിലവിൽ ഓരോ തീർത്ഥങ്ങളിലെ ജലവും ബക്കറ്റിലെടുത്ത് തലയിൽ ഒഴിച്ചു തരുന്ന സംവിധാനം പ്രയോജനപ്പെടുത്തിയതിനാൽ 22 തീർത്ഥങ്ങളിലും തൃപ്തിയായി നീരാടാനും ഓരോ തീർത്ഥങ്ങളിലെ ജലവും ശേഖരിച്ച് വീട്ടിലുള്ളവർക്കായി കൊണ്ടുവരാനും പറ്റി. തീർത്ഥം വിൽക്കുന്ന കടകൾ അവിടെയുണ്ടെങ്കിലും ഓരോ തീർത്ഥത്തിലെ ജലവും അതിലുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസം. ഭഗവാന് അഭിഷേകത്തിനെടുക്കുന്ന ഗംഗാതീർത്ഥം സ്വല്പം സേവിക്കാനും സാധിച്ചു. ഭഗവാൻ ശ്രീരാമന്റെ ആവനാഴിയിലെ 22 അമ്പുകളാൽ സൃഷ്ടിച്ചതാണ് ഈ തീർത്ഥങ്ങൾ എന്നാണ് ഐതിഹ്യം. ഈ തീർത്ഥങ്ങളെ പറ്റിയെല്ലാം വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർത്ഥങ്ങളിൽ നീരാടിക്കഴിഞ്ഞ് വീണ്ടും ഭഗവാനെയും ദേവിയെയും ദർശിക്കണമെന്നതാണ് വിധിമുറ. അന്നേ ദിവസം പിന്നെ കുളിക്കാൻ പാടില്ല എന്നാണ് വയ്പ്. ഈ ദർശനം സർവ്വപാപങ്ങളും മാറ്റും എന്നാണ് ഐതിഹ്യം. അഗ്നിതീർത്ഥത്തിനടുത്തു തന്നെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നതിനാൽ വേഗം വസ്ത്രം മാറി ക്ഷേത്രത്തിലെത്തി ഭഗവാനെയും ദേവിയെയും ദർശിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴിയുള്ള ക്ഷേത്രമായ രാമേശ്വരത്തിന്റെ പ്രസിദ്ധമായ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ
രാവിലെ 8 മണിക്കുള്ള അന്നദാനത്തിന്റെ ക്യൂവിൽ ചേരാനും ഭഗവാന്റെ അന്നദാനം കഴിക്കാനുമുള്ള ഭാഗ്യമുണ്ടായി. വീണ്ടും പാമ്പൻ പാലം വഴി തിരുപ്പുല്ലാനി ആദി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക്. വഴിയിൽ കണ്ണിന് കുളിർമയായി ഏക്കർ കണക്കിന് സഹസ്രദള താമരകൾ പൂത്തു നിൽക്കുന്ന ആമ്പൽ താമര പൂപ്പാടങ്ങൾ. താമരക്കുളം എന്ന പ്രദേശമാണത്. രാമസേതു നിർമ്മിക്കുന്നതിന് മുമ്പായി എങ്ങനെ സേതു ബന്ധിക്കണം എന്നാലോചിച്ച് വ്രതമെടുത്ത് ദർഭപ്പുല്ലിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശയിച്ച സ്ഥലമാണ് തിരുപ്പുല്ലാനി ആദി ജഗന്നാഥ പെരുമാൾ ക്ഷേത്രം. അയോധ്യ രാജൻ ദശരഥ മഹാരാജാവ് കുഞ്ഞുങ്ങളുണ്ടാവാൻ പുത്രകാമേഷ്ടിയാഗം നടത്തിയ രാമായണ കാലത്തിന് മുമ്പുള്ള ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ 3 രൂപത്തിൽ, അതായത് ശയനരൂപത്തിലും ഇരിക്കുന്ന രൂപത്തിലും നിൽക്കുന്ന രൂപത്തിലും ദർശനം തരുന്നു. ക്ഷേത്രത്തിൽ അധികം തിരക്കില്ലാത്തതിനാൽ സമയമെടുത്ത് ഭഗവാനെയും പത്മാസിനി തായാരെയും പ്രാർത്ഥിക്കാൻ സാധിച്ചു. അടുത്തത് ഉത്തരകോശമംഗ മംഗളനാഥസ്വാമി ക്ഷേത്രം, ഭൂമിയിലെ ആദ്യത്തെ ശിവക്ഷേത്രം. ശിവഭക്തയായ മണ്ഡോദരിക്കായി ശിവഭഗവാൻ ലങ്കാധിപതി രാവണനെ വരനായി തെരഞ്ഞെടുത്ത് വിവാഹം നടത്തിക്കൊടുത്ത ശ്രീരാമാവതാര കാലത്തിന് മുമ്പുള്ള ക്ഷേത്രം. ഭഗവാൻ പാർവതീദേവിക്കായി സന്നിധിക്കുള്ളിൽ രഹസ്യ നടനമാടിയ ക്ഷേത്രം. പിന്നീടാണ് ചിദംബരത്തിൽ നടനമാടുന്നത്. മാണിക്യവാസകർക്ക് ഭഗവാൻ പൂർണ്ണ ദർശനം കൊടുത്ത ക്ഷേത്രം. വർഷത്തിലൊരിക്കൽ മാർഗഴി തിരുവാതിരയ്ക്ക് മാത്രം തുറക്കുന്ന മരതക നടരാജർ സന്നിധി. എന്നിങ്ങനെ പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുള്ള ഈ ക്ഷേത്രത്തെപ്പറ്റി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉത്തരകോശമംഗയിലുള്ളത് ശിരസിൽ ചന്ദ്രനില്ലാത്ത, കഴുത്തിൽ നാഗമില്ലാത്ത, അരയിൽ പുലിത്തോലില്ലാത്ത നടരാജർ ശിലയാണ്. ഇവിടെയുള്ള നടരാജർ പച്ച മരതക കല്ലിനാലും തില്ലയിലുള്ള നടരാജർ ഐമ്പൊൻ ശിലയുമാണ്. ഈ 2 ശിലകളുമാണ് ലോകത്തിലുള്ള നടരാജർ വിഗ്രഹങ്ങൾക്കെല്ലാമുള്ള മൂലശില. മുമ്പ് 2 പ്രാവശ്യം ഉത്തരകോശമംഗയിൽ വന്ന് ഉച്ചകാല സ്ഫടികലിംഗ പൂജയും രാത്രികാല പൂജയും ദർശിച്ചിട്ടുണ്ട്. രാവിലത്തെ പൂജ ദർശിക്കാൻ ഇപ്രാവശ്യവും സാധിച്ചില്ല. ഈ 3 കാല പൂജകളും ദർശിക്കുന്നത് മോക്ഷത്തിന് തുല്യം. ഈ ക്ഷേത്രത്തിൽ 999 ഋഷിമാർ ആത്മാഹുതി ചെയ്ത അഗ്നിതീർത്ഥവും ഭഗവാനിൽ ഐക്യമായ സഹസ്രലിംഗവുമുണ്ട്. 3000 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള പാർവതീദേവി ഭഗവാനെ തപസ് ചെയ്ത ഇന്നും പൂത്തു നിൽക്കുന്ന ഇലന്തി മരത്തിൽ തൊട്ടു പ്രാർത്ഥിച്ചപ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് ഓടി മറിഞ്ഞതുപോലെ തോന്നിപ്പോയി. 12 മണിക്കുള്ള സ്ഫടികലിംഗ പൂജയിൽ ആദ്യം വരുന്ന 60 പേർക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. സ്ഫടികലിംഗ പൂജ എന്നത് മരതക നടരാജർ സന്നിധിക്ക് മുന്നിലുള്ള ഹാളിൽ ഭക്തരെ ഇരുത്തി വെള്ളിപ്പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഫടികലിംഗവും മരതകലിംഗവും പുറത്തെടുത്ത് അന്നാഭിഷേകം അടക്കമുള്ള അഭിഷേകങ്ങൾ ചെയ്യുന്നതാണ്. ഭക്തർക്ക് പൂജാ സാധനങ്ങൾ സമർപ്പിക്കുകയും ആവാം. ഈ പൂജയിൽ പങ്കുകൊണ്ട് തൃപ്തിയോടെ അവിടെ നിന്നിറങ്ങി. ഏപ്രിൽ 4-ന് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടക്കാനിരിക്കുന്നതിനാൽ തിരുപ്പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. 1/2 കിലോമീറ്റർ ദൂരത്തായി വാരാഹിയമ്മൻ ക്ഷേത്രം. സ്ത്രീകൾ ഇഷ്ടസിദ്ധിക്കായി സ്വന്തം കൈകളാൽ മഞ്ഞളരച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന പുണ്യക്ഷേത്രമാണിത്. സ്വല്പം വൈകിയിരുന്നെങ്കിൽ ക്ഷേത്രനട അടച്ചേനെ. തിരുഭുവനം ക്ഷേത്രവും മടപ്പുറം കാളി ക്ഷേത്രവും അടുത്ത പ്രാവശ്യം സന്ദർശിക്കാനുള്ള ലിസ്റ്റിലേക്ക് മാറ്റിവെച്ചു. ഇനി നേരെ മധുരയിലോട്ട്. ഇത്ര ദൂരം വന്നിട്ട് മീനാക്ഷിയമ്മനെ കാണാതെ പോകുന്നതെങ്ങനെ? അവിടെയും ഉത്സവങ്ങൾക്കായുള്ള തിരുപ്പണികൾ എപ്പോഴത്തെയും പോലെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയ്ക്കരികിലായി ഭക്തരുടെ വാഹനം പാർക്ക് ചെയ്യാൻ ധാരാളം സൗകര്യങ്ങളുണ്ട്. മണിക്കൂറിനാണ് ഫീസ്. ശീഘ്ര ദർശനത്തിന് ടിക്കറ്റ് എടുത്തെങ്കിലും അവിടെയും തിരക്കിന് കുറവില്ല. ഭഗവാനെയും ദേവിയെയും ദർശിച്ച് മറ്റു പ്രതിഷ്ഠകളെയും പ്രാർത്ഥിച്ചു വരുമ്പോൾ കാലഭൈരവർ സന്നിധിക്ക് മുന്നിലായി സാക്ഷി പറഞ്ഞ ശിവലിംഗവും വന്യമരവും കിണറും. ചെട്ടിയാർ പെണ്ണിനായി നീതി സംരക്ഷിക്കാൻ മധുരയിലെത്തി സാക്ഷി പറഞ്ഞ ശിവലിംഗവും വന്യമരവും കിണറും കണ്ടപ്പോൾ സാക്ഷിനാഥേശ്വര ക്ഷേത്ര ഐതിഹ്യം മനസ്സിലൂടെ മിന്നിമാഞ്ഞുപോയി. മധുരയിൽ മാത്രം ലഭിക്കുന്ന ചില അത്യാവശ്യ പൂജാ സാധനങ്ങളും വാങ്ങിച്ച് വീണ്ടും ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.